نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ സ്വകാര്യ മേഖലയിലും പരസ്യ മേഖലയിലും പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഓരോ ദിവസവും ജീവിതത്തിൽ വ്യത്യസ്ത കർമ്മങ്ങളിൽ വ്യാപൃതരാണ് നാം ഓരോരുത്തരും. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ സദുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും അത്തരം കർമ്മങ്ങൾക്ക് ശുഭ പര്യവസാനം ഉണ്ടായിരിക്കും. അല്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും വെറുപ്പും ഉണ്ടായിക്കൊണ്ട് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന നമ്മുടെ പെരുമാറ്റങ്ങളും കർമ്മങ്ങളും തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾക്ക് ദുഃഖമായ ശുഭകരമല്ലാത്ത ഒരു പര്യവസാനമായിരിക്കും ഉണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ വിശ്വാസം ശരിയാവേണ്ടതുണ്ട്, ഒപ്പം നമ്മുടെ കർമ്മങ്ങളും നന്നാവേണ്ടതുണ്ട്. എല്ലാ കർമ്മങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കർമ്മങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിശ്വാസം നിഷ്കളങ്കമായിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്ഥാനമുള്ളൂ. നിയ്യത്ത് എന്ന് പറയുന്നത്, ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് കർമ്മങ്ങളിൽ അതീവ പ്രധാനമാണ്. പല ആളുകളും അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ആളുകളെ കാണുന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ടാണ് അവർ ആ ജോലിയിൽ വ്യാപൃതരാവുന്നത്. അല്ല, എന്നെ നിരീക്ഷിക്കാൻ ആരും ഇല്ല എന്ന് കാണുമ്പോൾ ആ ജോലിയിൽ നമ്മൾ അലസതയും അലംഭാവവും കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ
അത്തല്ലാഹ് ബിഖൽബിൻ സലീം. സൂറത്ത് ശുഅറയിലുള്ള ഒരു പ്രസിദ്ധമായ വചനമാണിത്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രവർത്തനവും ഒരു സമ്പത്തും മക്കളൊന്നും തന്നെ ഉപകരിക്കാൻ പോകുന്നില്ല. ഒരുപാട് സന്താനങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, അധികാരമുണ്ട്. എന്നാൽ ഇതൊന്നും നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കാൻ പോകുന്നില്ല. അള്ളാന്റെ മുമ്പിൽ നാളെ ഉപകരിക്കാൻ പോകുന്നത് ഇല്ലാമൻ അത്തല്ലാഹ് ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുന്ന ആളല്ലാതെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നാം ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയം ശുദ്ധീകരിക്കാതെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ സഹോദരങ്ങളെ വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുന്നത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അതായത് കുറ്റമറ്റ ഹൃദയവുമായി അല്ലാഹുവിങ്കൽ ചെന്നവർക്കൊഴികെ സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം. നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അതുകൊണ്ട് സ്വർഗം അനന്തരമെടുക്കണമെങ്കിൽ നമ്മുടെ നെയ്യത്ത് നന്നാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വജഅൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം. സത്യവിശ്വാസികൾ സദാസന്ദർഭത്തിലും നടത്തുന്ന പ്രാർത്ഥന അതാണ്. സൂറത്ത് ശുഅറ 85-ാമത്തെ വചനം, എന്നെ നീ സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാക്കേണമേ. സഹോദരങ്ങളെ, ദുനിയാവിൽ എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, എത്ര വലിയ ആനന്ദത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും പൂർണ്ണമായ മനസ്സംതൃപ്തി, സന്തോഷം ഈ ദുനിയാവിൽ നമുക്കുണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ സമാധാനം, സമാധാനം, സലാമുൻ സലാം എന്ന് അഭിസംബോധനം ചെയ്യപ്പെടുന്ന ഒരു നാളുണ്ട്. വിധിയുടെ നാളാണത്. ആ നാളിൽ നമുക്ക് സന്തോഷം ലഭിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നാം നിർവഹിക്കുന്ന ഓരോ കർമ്മങ്ങളും, അത് വ്യക്തിപരമാണെങ്കിലും സാമൂഹികമാണെങ്കിലും, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാപട്യം കടന്നു വരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ജാഗ്രത പുലർത്തണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഒരു വലിയ ഉദാരശീലനാണ്, ധർമ്മിഷ്ഠനാണ് എന്നുള്ള പേര് മറ്റുള്ളവർ എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചാരിറ്റി നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പ്രശംസിക്കാനാണ് ഞാനത് നിർവഹിക്കുന്നത് എങ്കിൽ ഈ ദുനിയാവിൽ നല്ല പേര് നമുക്ക് കിട്ടിയേക്കാം, പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും. ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. സത്യവിശ്വാസികൾ പറയുന്ന സംസാരം ഇതാണ്. ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്. എനിക്ക് നൽകപ്പെട്ട സമ്പത്ത് അള്ളാഹു നൽകിയതാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതിന് പ്രോത്സാഹനം നൽകുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. അതൊരിക്കലും എന്റെ ഔദാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്. നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരുവിധ പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നേയില്ല. ഒരു 10 രൂപ ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ എന്തോ ഒരാളാണ് എന്നുള്ള അഹങ്കാരത്തോടുകൂടി ഒരിക്കൽ പോലും നമ്മൾ അത് നിർവഹിക്കാൻ പാടില്ല. അദ്ദേഹത്തെക്കാൾ അല്പം സമ്പത്ത്, സൗകര്യങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ആ നൽകിയതിന്റെ അനന്തരഫലം ഞാൻ അയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നാ നഖാഫു റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. മുഖം ചുളിച്ചു പോകുന്നതും ദുസ്സഹവുമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ
രക്ഷിതാവിങ്കൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു. എന്നെ ഏൽപ്പിച്ച സമ്പത്ത് സക്കാത്തായിട്ടും സ്വതക്കയായിട്ടും ഞാൻ കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നാളെ വരാൻ പോകുന്ന ദുഷ്കരമായ ഒരു ദിവസം ഞാനത് പേടിക്കുന്നുണ്ട്. ആ പേടിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു നൽകിയ സമ്പത്ത് ഞാൻ സദഖ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ മുസ്ലിമും കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും കാരുണ്യവും കരസ്ഥമാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാവണം. അല്ല എങ്കിൽ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. ആളുകളുടെ പ്രശംസയും അംഗീകാരവും ലഭിക്കണം, നേടിയെടുക്കണമെന്ന ചിന്തയിലേക്ക് പ്രവർത്തനങ്ങൾ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വല്ലപ്പോഴും പിശാച് നമ്മെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദുഷ്ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഷിർക്കുൽ അസ്ഗറിനെയാണ്, ചെറിയ ഷിർക്കിനെയാണ്. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, നിങ്ങളിൽ അത് സംഭവിക്കും എന്ന് ഞാൻ പേടിക്കുകയാണ്. അപ്പൊ സഹാബികൾ ചോദിക്കാണ്, വമ ഷിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കണം, ഖാല അർയാ. ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത്. യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദാ ജുസിയ الناس بأعمالهم اذهبوا إلى الذين كنتم تراءون في الدنيا فانظروا هل تجدون عندهم جزاء. അതായത് നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറയണം. അന്ത്യനാളിൽ അത്തരക്കാരോട് അല്ലാഹു പറയും, ആർക്ക് വേണ്ടിയാണോ ദുനിയാവിൽ നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് അവരോട് തന്നെ ചോദിക്കൂ നിങ്ങളുടെ പ്രതിഫലം. ഇപ്പൊ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ വരുന്ന സന്ദർഭത്തിൽ ഞാൻ മുന്നത്തെ സഫ് വന്ന് നിന്നിട്ടില്ലെങ്കിൽ ആളുകൾ എന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കും എന്ന താല്പര്യമാണോ സഹോദര നമ്മുടെ കർമ്മങ്ങളുടെ പിന്നിലുള്ള ചേതോവികാരമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഗണത്തിൽ നമ്മൾ പെട്ടു. അതുകൊണ്ട് എന്റെ റബ്ബിനെ നിരീക്ഷിക്കുന്നുണ്ട്. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എന്റെ റബ്ബിനെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നിർവഹിച്ച ഏറ്റവും പവിത്രമായ കർമ്മം അല്ലാഹ് കൽപ്പിച്ചു കഅബ പുനർനിർമ്മിക്കാൻ വേണ്ടി. ആ നിർമ്മാണം നിർവഹിച്ചതിന് ശേഷം സഹോദരങ്ങളെ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സൽക്കർമ്മമായി നീ സ്വീകരിക്കണമേ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് പറഞ്ഞു, മഹ്മൂദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, യാ അയ്യുഹന്നാസ് ഇയ്യാകും വശിർക്കസ് സറായിർ. ഖാലു യാ റസൂലല്ലാഹ് വമാ ശിർക്കുസ് സറായിർ? ഖാല യഖൂമു الرجل فيصلي فيزين صلاته جاهدا لما يرى من نظر الناس إليه فذلك الشرك السرائر. ജനങ്ങളെ നിഗൂഢമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ശിർക്കിനെ നിങ്ങൾ കരുതിയിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാണ്. അപ്പൊ സഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് നിഗൂഢമായ ഗോപ്യമായ ശിർക്ക് എന്ന് പറയുന്നത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഒരാൾ എഴുന്നേറ്റ് നമസ്കരിക്കും. ഒരു ഉദാഹരണത്തിൽ കൂടിയാണിത് പറഞ്ഞു കൊടുക്കുന്നത്. ഒരാൾ എഴുന്നേറ്റ് നിസ്കരിക്കും, തന്റെ നിസ്കാരം ജനങ്ങൾ കാണുന്നു എന്നറിയുമ്പോ പാടുപെട്ട് ആ നമസ്കാരം ഭംഗിയാക്കാൻ ശ്രമിക്കും. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അത്ര ഖുശൂഉം ഖുദൂഉം ഇല്ല. നേരെ മറിച്ച് ഒരാൾ വന്ന് തന്നെ പിന്തുടരുന്നു എന്ന് കണ്ടാൽ അയാളുടെ നിസ്കാരത്തിന് ഭംഗി കൂടുന്നു. അതാണ് നിഗൂഢമായ ശിർക്ക്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ
നമ്മൾ ജാഗ്രത പുലർത്തണം. ഇതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്താനുള്ളത്. നമ്മുടെ കർമ്മങ്ങൾ, അതിന്റെ നിയ്യത്ത് നമ്മൾ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാൻ, ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏറ്റവും പവിത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ പവിത്രമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി യാത്ര ചോദിച്ച് പുണ്യഭൂമിയിൽ എത്തിയിരിക്കുന്നു. പലരും ആ കർമ്മങ്ങളിൽ വ്യാപൃതരാണ്. അതുകൊണ്ട് ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ മറ്റ് കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠത ഉള്ള കർമ്മമാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഈ കാര്യം ഉണർത്തിയപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണോ പ്രവാചകരെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ? അപ്പൊ റസൂൽ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. വലാ ലിൽ ജിഹാദി ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നതിനേക്കാളും ഈ 10 ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി, ആ ഷഹീദായ ആൾക്ക് തീർച്ചയായും ഇതിനേക്കാൾ പ്രതിഫലമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദുൽഹിജ്ജ മാസത്തിലുള്ള 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത് അള്ളയാണ്. കാരണം അള്ള ഇഷ്ടപ്പെട്ട ചില മാസങ്ങൾ, അള്ളാഹ് പ്രത്യേകത നൽകിയിട്ടുള്ള ഒരു മാസം, ആ മാസത്തിൽപ്പെട്ടതാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാസം നമ്മൾ സദഖ ചെയ്യാണ്, നമസ്കരിക്കുകയാണ്, നോമ്പനുഷ്ഠിക്കുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്, കുടുംബ ബന്ധം ചേർക്കുകയാണ്, ഖുർആൻ പാരായണം നിർവഹിക്കുകയാണ്, ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയാണ്. അതിനൊക്കെ തന്നെ മറ്റു മാസങ്ങളെക്കാൾ വലിയ പ്രതിഫലമുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഈ മാസത്തെ സംബന്ധിച്ച് പറയുന്നത് ഉമ്മഹാത്തുൽ ഇബാദത്ത്, അതായത് എല്ലാ ഇബാദത്തുകളുടെയും മർമ്മമുള്ള ശ്രേഷ്ഠതയുള്ള മാസം. നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. റമളാൻ മാസത്തിൽ വലിയ ശ്രേഷ്ഠതയുണ്ട്, പവിത്രമായ മാസമാണ്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. എന്നാൽ ഹജ്ജ് കർമ്മം ആ റമളാനിലില്ല. ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്ന മാസം, ധാരാളമായി നമസ്കാരം നിർവഹിക്കപ്പെടുന്ന മാസം, ദാനകർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന മാസം, ബലികർമ്മം നിർവഹിക്കപ്പെടുന്ന മാസം, നോമ്പ് അനുഷ്ഠിക്കപ്പെടുന്ന മാസം, ഇതെല്ലാം എല്ലാ ഇബാദത്തുകളും എല്ലാ ആരാധനാകർമ്മങ്ങളും ഒത്തുകൂടുന്ന ഒരു മാസമാണ് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. യൗമ തർവിയ നമുക്കറിയാലോ, ഈ മാസത്തിലാണുള്ളത്. നമ്മുടെ സഹോദരങ്ങൾ ദുൽഹിജ്ജ 8-ന് അല്ലേ, ആദ്യം ഉംറ നിർവഹിച്ചതിന് ശേഷം തമത്തുഇന്റെ രീതിയിലാണ് ഹജ്ജ് നിർവഹിക്കുന്നത് എങ്കിൽ ആദ്യം മക്കയിലെത്തി ഉംറ നിർവഹിച്ച് പിന്നെ തഹല്ലുലായി, അതിന്ന് മുക്തായി. ദുൽഹജ്ജ് 8-നാണ് വീണ്ടും ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ഹജ്ജിലേക്ക് അയാൾ പ്രവേശിക്കുന്നത്.
അപ്പൊ ഈ യൗമു തർവിയ എന്നുള്ളത് വരുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിലാണ്. യൗമു അറഫ, അൽ ഹജ്ജു അറഫ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് പരിചയപ്പെടുത്തി യൗമു അറഫ. ഈ യൗമു അറഫ ദുൽഹജ്ജ് 9-നാണ് വരുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബലികർമ്മം ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലിയറുക്കുക. നമ്മളൊക്കെ ഉളഹിയത്ത് ഇറക്കി. ഉളഹിയത്ത് ഇറക്കേണ്ടത് എപ്പോഴാ? ബലിപെരുന്നാൾ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം. നമ്മളത് നിർവഹിക്കുന്നത് ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം. അതിനു മുമ്പ് ഒരാള് അറവ് നടത്തുകയാണെങ്കിൽ ഈ ഗണത്തിൽ അത് പെടില്ല. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയനിഷ്ഠ പഠിപ്പിച്ചിട്ടുണ്ട്. അറഫയിൽ നിൽക്കേണ്ടത് ദുൽഹജ്ജ് 9-നാണ്. ഒരാൾ ദുൽഹജ്ജ് 8-ന് പോയിട്ട് അറഫയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരിക്കലും ഹജ്ജ് കിട്ടൂല. ഓരോന്നും ഷിയാറുകളാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, ഇത്തരം ഒരുപാട് കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ട പുണ്യകരമായിട്ടുള്ള ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധം, ആ ഒരു നിയ്യത്ത് നമുക്കുണ്ടാവണം. നമ്മുടെ മക്കൾക്കത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾക്ക് വിജയം കിട്ടാനുള്ള വഴി പൂർണ്ണ മുസ്ലിമായി നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനം അതായിരുന്നു. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടി അദ്ദേഹം കടന്നുപോയപ്പോ ഞാൻ നിഷ്കളങ്കനായിട്ട് അല്ലാഹുവെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സാധിച്ചതാണ്. ആ പേര് കിട്ടാൻ കാരണം അല്ലെ, സ്വന്തം പിതാവ് ബിംബത്തെ ആരാധിക്കുകയും ബിംബത്തെ ഹോൾസെയിലായിട്ട് വിപണനം നടത്തുകയും ചെയ്യുന്ന പിതാവാണ്. ആ ഉപ്പയോടാണ് നേർക്കുനേരെ യുവാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത ഈ ബിംബത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇറങ്ങി പോടാ വിടുന്നു അല്ലേ? എറിഞ്ഞു പായിക്കുന്ന ആ ഒരു സന്ദർഭത്തിലും ഉപ്പാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ആ ഒരു പ്രവാചകൻ, തീകുണ്ടാരം ഒരുക്കപ്പെട്ടു എന്നിട്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ തീകുണ്ടാരം ഒരുക്കിയിട്ട് അതിലേക്ക് എറിയുന്നത്. ആ സന്ദർഭത്തിലും എന്റെ രക്ഷിതാവ് എന്നെ രക്ഷിക്കും എന്ന തവക്കുൽ, അല്ലാഹുവിൽ സർവവും ഏൽപ്പിക്കാനുള്ള മനസ്സ്, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ളത്. ആരെന്നെക്കുറിച്ച് എന്ത് ചെയ്താലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം സഹോദരങ്ങളെ നമുക്കുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മെ സൃഷ്ടിച്ചത് അള്ളയാണ്, പരിപാലിക്കുന്നത് അള്ളയാണ്. ആ അള്ളാഹു കരുണാമയനാണ്. അവന്റെ സംരക്ഷണം എല്ലാ സന്ദർഭത്തിലും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നാം ഒരു തുറവി നൽകുന്നതാണ്, പ്രയാസങ്ങൾ നീക്കിത്തരുന്നതാണ്, മനസ്സമാധാനം ഇട്ടുതരുന്നതാണ്. ഇത് ഓഫറല്ല. യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസിയും ആസ്വദിക്കുന്ന ആ ഒരു സമാധാനം എന്നുള്ളത് എത്ര വലിയ പണമുണ്ടായാലും അധികാരമുണ്ടായാലും ഒരാൾക്ക് കിട്ടാതെ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ, തെറ്റുകൾ, പാപങ്ങൾ അള്ളാഹു അവന്റെ മഹാകരുണ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കൊടുത്തു തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين.